ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തു. പ്രിയാമ്പിളും നമ്മൾ ചെയ്തു. ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഫണ്ടമെന്റൽ റൈറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫീച്ചേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. അതിൽ നമ്മൾ ഒരൊറ്റ കാര്യമാണ് പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ഈ ഫസ്റ്റ് കിടക്കുന്ന ഫീച്ചർ? സം ഓഫ് ദം ആർ അവൈലബിൾ ഓൺലി ടു ദ സിറ്റിസൺസ് വൈൽ അതേഴ്സ് ആർ അവൈലബിൾ ടു ഓൾ പേഴ്സൺസ് വെദർ സിറ്റിസൺ, ഫോറിനേഴ്സ് ഓർ ലീഗൽ പേഴ്സൺസ് ലൈക്ക് കോർപ്പറേഷൻസ് ഓൾ കമ്പനീസ്. അത്രയും ഭാഗം ആ ഒരു പോയിന്റും അതുമായി റിലേറ്റ് ചെയ്ത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിരവധി പോയിന്റുകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫണ്ടമെന്റൽ റൈറ്റിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് വളരെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഡിഗ്രി ലെവല് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാൾക്കും അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ആ ക്ലാസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി ഫണ്ടമെന്റൽ റൈറ്റുമായി റിലേറ്റ് ചെയ്ത് കുറച്ചുകൂടി ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു വെക്കാനുണ്ട്. അതിലേക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കടക്കാൻ പോകുന്നത്. ഇനി പറയാൻ പോകുന്നതെല്ലാം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ഇതെല്ലാം നമ്മൾ വേറെ വേറെ സെപ്പറേറ്റ് ക്ലാസ്സുകളായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ആർക്കും എന്താ പറയാ ബോറടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്താ പറയാ മടുപ്പ് തോന്നാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് തോന്നാൻ പാടില്ല. എല്ലാവരും ഒരുപോലെ തന്നെയാണ്, എല്ലാവർക്കും ഒരേ ബുദ്ധി തന്നെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾക്ക് അതിനോട് എത്രത്തോളം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ജോബ് എത്രത്തോളം നിങ്ങളുടെ ആവശ്യകതയാണ്, അതായിരിക്കും നിങ്ങളെ പഠിക്കാനും ആ റാങ്കിലേക്ക് എത്തിക്കാനും ഒക്കെയുള്ള ഒരു എന്താ പറയാ ഉള്ളിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് ആ ജോബ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് പോയിന്റിലേക്ക് കടക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇംഗ്ലീഷ് ആണ് മലയാളമാണ് അങ്ങനെയൊന്നും കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഭാഗം ഇംഗ്ലീഷ് ആയിരിക്കും, ഒരു ഭാഗം മലയാളം ആയിരിക്കും. അതാണ് ഒരു കാര്യം. രണ്ടാമതായിട്ട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഡിഗ്രി കഴിഞ്ഞ പിള്ളേരാണ്. അപ്പൊ ഡിഗ്രി ലെവൽ എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും കൂടിയും ടേംസുകളൊക്കെ ഇംഗ്ലീഷിൽ മനസ്സിലാക്കി വെക്കുന്നതായിരിക്കും പഠനത്തിന് ഒരു സുഖം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത് സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒതന്റിക് ആയിട്ടുള്ള ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. ഇത് കമ്പൽസറി നിങ്ങൾ ഇത് വായിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ഇത് ഇങ്ങനെ വെറുതെ ഇരുന്നാലൊന്നും ആരും ഇത് വായിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മളിത് ഇങ്ങനെ പഠിച്ചു പോവുകയാണ്. വീണ്ടും റിപ്പീറ്റ് അടിച്ച് കേട്ട് പഠിച്ച് നമ്മൾ ഇതിനോട് ഫ്രണ്ട് ആവാം. ഓക്കെ, അപ്പൊ സെക്കൻഡ് പോയിന്റിലേക്ക് കടക്കുകയാണ്. ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ് മീൻസ് മൗലിക അവകാശങ്ങൾ. ഓക്കെ, അവയുടെ പ്രത്യേകതകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, ദേ ആർ നോട്ട് അബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ്. അതായത് ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് അല്ല. അബ്സല്യൂട്ട് അല്ല എന്ന് പറഞ്ഞാൽ എന്താ? അത് സമ്പൂർണ്ണല്ല അല്ലെങ്കിൽ പരിപൂർണമല്ല എന്ന് പറയാം. അല്ലെങ്കിൽ അതാണ് ആത്യന്തികമായിട്ടുള്ള ഒരു നിയമം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൗരന് ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിരിക്കേണ്ട അവകാശങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്ന് വെച്ച് ഈ മൗലിക അവകാശങ്ങളാണ് ആത്യന്തികമായിട്ടെല്ലാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇവിടെ അബ്സല്യൂട്ട് അല്ല എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അവ ക്വാളിഫൈഡ് ആണ്, അല്ലെ? അവ പരിഗണിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അവയ്ക്ക് പ്രാധാന്യമുണ്ട്. ഓക്കെ, ദ സ്റ്റേറ്റ് can impose reasonable restrictions on them. അതായത് സ്റ്റേറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യമാണ്, ആണല്ലോ. ഭരണഘടനയിൽ എവിടെയും നിങ്ങൾ സ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കേരളം അല്ലെങ്കിൽ തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളല്ല, നമ്മുടെ രാജ്യത്തിനെയാണ് നമ്മൾ ഭരണഘടനാപരമായിട്ട് സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ദ സ്റ്റേറ്റ് ക്യാൻ ഇമ്പോസ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഓൺ ദം. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഗവൺമെന്റിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും? യുക്തിപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലിക അവകാശങ്ങളുടെ മേലെ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ മൗലിക അവകാശം എബ്സല്യൂട്ട് അല്ല എന്ന് പറയാൻ കാരണം. എബ്സല്യൂട്ട് ആണെങ്കിൽ പിന്നെ നമുക്ക് അതിൽ മാറ്റം വരുത്താൻ പറ്റില്ല, അല്ലെ? അപ്പൊ അത് എബ്സല്യൂട്ട് അല്ല. കാരണം എന്താ? നമ്മുടെ ഗവൺമെന്റിന്
റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ്, അതായത് റീസണബിൾ ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഈ മൗലികാവകാശങ്ങളുടെ മുകളിൽ കൊണ്ടുവരാൻ പറ്റും. ഇനി കേൾക്കാം. However, whether such restrictions are reasonable or not is to be decided by courts. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഗവൺമെന്റ് അഥവാ നമ്മുടെ രാഷ്ട്രത്തിന് യുക്തിപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ നമ്മുടെ മൗലികാവകാശങ്ങളുടെ മുകളിൽ കൊണ്ടുവരാൻ പറ്റും. ഇനി അങ്ങനെ നമ്മുടെ ഗവൺമെന്റിന് കൊണ്ടുവരാൻ പറ്റുമെങ്കിലും അങ്ങനെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് അഥവാ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങള് അത് റീസണബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള അവകാശം ആർക്കാണ്? അത് കോടതിക്കാണ്. അതായത് ഗവൺമെന്റ് എന്ത് കൊണ്ടുവന്നാലും, മൗലികാവകാശം എന്ന് പറഞ്ഞാൽ ഒരു പൗരന്റെ ഏറ്റവും അടിസ്ഥാനപരമായി കിട്ടേണ്ട അവകാശങ്ങളാണ്. എന്നിരുന്നാൽ പോലും ആ അവകാശങ്ങൾ അബ്സല്യൂട്ട് അല്ല, അല്ലെ? കാരണം എന്താണ്? നമ്മുടെ ഗവൺമെന്റിന് റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസുകൾ ഈ മൗലികാവകാശങ്ങളുടെ മുകളിൽ കൊണ്ടുവരാം. അങ്ങനെ ഗവൺമെന്റിന് എന്ത് തോന്നിയാസം അനുസരിച്ചും അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ വെച്ചാൽ ഇല്ല, പറ്റില്ല. കാരണം ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഇത്തരം റീസണബിൾ റെസ്ട്രിക്ഷൻസുകൾ എത്രത്തോളം റീസണബിൾ ആണ് എന്ന് ആർക്ക് ചെക്ക് ചെയ്യാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്? കോടതിക്ക്. അതായത് ഗവൺമെന്റ് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ അത് റീസണബിൾ ആണോ എന്ന് കോടതി തീരുമാനിക്കും. അതായത് നമ്മുടെ ഗവൺമെന്റ് അഥവാ സ്റ്റേറ്റും കോടതിയും തമ്മിലുള്ള ഒരു ബാലൻസ് ആണ് കാണിക്കുന്നത്. അതായത് സ്റ്റേറ്റ് എന്തെങ്കിലും കൂടുതൽ ചെയ്താൽ അല്ലെങ്കിൽ പൗരന്റെ മൗലികാവകാശത്തെ ഹനിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ സ്റ്റേറ്റ് കൊണ്ടുവന്നാൽ കോടതി അതിനെ ചോദ്യം ചെയ്യാം. ഇനി കോടതി കൊണ്ടുവരുന്ന പല കാര്യങ്ങളെയും സ്റ്റേറ്റിന് മാറ്റാൻ പറ്റും. അത്തരത്തില് സ്റ്റേറ്റും കോർട്ടിന്റെയും ഇടയിലുള്ള ഒരു ബാലൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ആ ബാലൻസിലൂടെയാണ് ഫണ്ടമെന്റൽ റൈറ്റ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അതാണ് ആ പോയിന്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. Thus they strike a balance between the right of individual and those of the society of a whole, between individual liberty and social control. അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സോഷ്യൽ കൺട്രോളിന്റെയും ഇടയിലുള്ള ഒരു എന്താ പറയാ ബാലൻസ് അതുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റിലേക്ക് കടക്കുകയാണ്. All of them are available against the arbitrary actions of state. However, some of them are also available against the action of private individuals. അതായത് ആർബിട്രറി ആക്ഷൻസ് ഓഫ് ദി സ്റ്റേറ്റ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ തെറ്റായ നടപടികൾ അല്ലെങ്കിൽ എന്താ പറയാ ഏകപക്ഷീയമായ നടപടികൾ അതിനെതിരെ, അതായത് പൗരന്റെ അവകാശങ്ങൾക്കെതിരെ ഒരു രാഷ്ട്രമോ അല്ലെങ്കിൽ ഗവൺമെന്റോ തെറ്റായ നടപടികളോ അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനമോ എടുക്കുകയാണെങ്കിൽ അതിന് എതിരെയുള്ള ഒരു കവചമായിട്ട് ആര് നിലകൊള്ളുന്നു? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലികാവകാശങ്ങൾ. അതായത് മൗലികാവകാശം എന്ന് പറഞ്ഞാൽ ഒരു പൗരന് കിട്ടേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ അവകാശമാണ്. ആ അവകാശത്തിന് ഒരു സ്റ്റേറ്റിന്റെ തെറ്റായ നടപടിയിലൂടെയോ അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഭരണത്തിലൂടെയോ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിന്റെ നടപടിക്ക് എതിരെ ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞ ഈ അവകാശങ്ങൾ പൗരനുള്ള ഒരു സംരക്ഷണ കവചമായിട്ട് നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതുപോലെ തന്നെ some of them are also available against the action of private individuals. അതായത് സ്വകാര്യ വ്യക്തികളുടെ നടപടികൾക്കെതിരെയും ഈ മൗലികാവകാശങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫോർത്ത് വൺ, സം ഓഫ് ദം ആർ നെഗറ്റീവ് ഇൻ ക്യാരക്ടർ. ദാറ്റ് ഈസ് നെഗറ്റീവ് ഇൻ ക്യാരക്ടർ, ദാറ്റ് ഈസ് പ്ലേസ് ലിമിറ്റേഷൻസ് ഓൺ ദി authority of the state, while others are positive in nature, conferring certain privileges on the persons. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൗലികാവകാശങ്ങളിൽ ചിലതിന് നെഗറ്റീവ് സ്വഭാവം ഉണ്ട് എന്ന് പറയുന്നു. കാരണം എന്താണ്? അവ ഭരണ സംവിധാനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെ പരിമിതപ്പെടുത്തുന്നുണ്ട്. അതായത് അതോറിറ്റി ഓഫ് സ്റ്റേറ്റിലെ അതിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെ ലിമിറ്റ് ചെയ്യുന്നുണ്ട് ചില ഫണ്ടമെന്റൽ
റൈറ്റുകൾ അഥവാ മൗലികാവകാശങ്ങൾ. ആ ഒരു സെൻസിലാണ് നെഗറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഭരണ സംവിധാനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെ പരിമിതപ്പെടുത്തുന്നു. ഭരണ സംവിധാനത്തിന് പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്തും അങ്ങോട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അത് പൗരന്റെ മൗലികാവകാശത്തെ ഇല്ലാണ്ടാക്കുന്നതാണെങ്കിൽ അതിനെ നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനൊരു നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത്. അതേസമയം തന്നെ പോസിറ്റീവ് നേച്ചറിലും നമുക്ക് കാണാൻ പറ്റും. അതേത് കണ്ടീഷനിലാണ്? അതായത് വ്യക്തികൾക്ക് ചില പ്രത്യേക അവകാശങ്ങളും നൽകാൻ ആര് സഹായിക്കുന്നുണ്ട്? മൗലികാവകാശങ്ങൾ സഹായിക്കുന്നുണ്ട്. ആ ഒരു സെൻസിൽ നമുക്ക് ഇതിന് പോസിറ്റീവ് നേച്ചർ ഉണ്ടെന്ന് പറയാം. Fifth one, they are justiciable, allowing persons to move the courts for their enforcement if and when they are violated. അതായത് ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലിക അവകാശങ്ങൾ കോടതി വഴി നമുക്ക് റീഇൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് കോടതി പോയിട്ട് നമുക്കത് വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കോടതിയിൽ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയിട്ട് നേരിട്ട് സമീപിച്ചിട്ട് എനിക്കിത് തിരിച്ചു വേണമെന്ന് പറയാൻ പറ്റും. അതായത് ന്യായീകരിക്കാവുന്നതാണ് എന്നതാണ്. നിയമത്തിലൂടെ നമുക്കത് തിരിച്ചു നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അതാണ് ജസ്റ്റീഷ്യബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു തരത്തില്, അതായത് കോടതി നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാം. അല്ലാതെ നിങ്ങൾ സാധാ ഒരു ഡിസ്ട്രിക്ട് കോർട്ടിൽ പോയി കേസ് കൊടുത്ത് പിന്നീട് ഹൈക്കോടതി പോയി സുപ്രീം കോടതി അങ്ങനെയൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എവിടേക്ക് പോവാം? സുപ്രീം കോർട്ടിനെയോ ഹൈക്കോർട്ടിനെയോ സമീപിക്കാം. ഓക്കെ, അതാണ് ജസ്റ്റീഷ്യബിൾ ആണ്. Sixth one, they are defended and guaranteed by the Supreme Court. Hence, the aggrieved person can directly go to the Supreme Court, not necessarily by way of appeal against the judgment of high courts. Okay, അത് നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെ. അതായത് നിങ്ങളുടെ മൗലിക അവകാശങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എവിടേക്ക് പോവാം? സുപ്രീം കോടതിയിലേക്കോ ഹൈക്കോടതിയിലേക്കോ പോവാം. അല്ലാതെ ഒരു ഡിസ്ട്രിക്ട് കോർട്ട് അതുവഴി അപ്പീൽ കൊടുത്തിട്ട് ഹൈക്കോർട്ട് അതിന്ന് അപ്പീൽ പോയിട്ടാണ് സുപ്രീം നോർമൽ കേസുകളൊക്കെ അങ്ങനെ പോവാം. അതിലേക്കൊന്നും നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാം. നോർമലി സുപ്രീം കോടതിയിലേക്കല്ല ഹൈക്കോടതിയിലേക്കാണ് എല്ലാവരും പോവാറ്. അവിടെ നിന്ന് പറ്റാത്ത കേസ് വരുമ്പോഴാണ് സുപ്രീം കോടതിയിലേക്ക് പോവാറ്. ഹൈക്കോടതിയാണ് നോർമലി എല്ലാവരും പോവാം. പക്ഷെ സുപ്രീം കോടതിയിലും പോവാൻ നോ പ്രോബ്ലം. ഓക്കെ, അത് മനസ്സിലാക്കാം. Then seventh one നോക്കൂ, they are not sacrosanct or permanent. അതായത് മൗലിക അവകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ദ പാർലമെന്റ് can curtail or repeal them but only by a constitutional amendment act and not by the ordinary act. അതായത് ഈ മൗലിക അവകാശം എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ഇത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. എന്താണ്? പാർലമെന്റിന് ഇതിനെ റിപ്പീൽ ചെയ്യാം. പക്ഷെ എങ്ങനെയാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിലൂടെ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഓർഡിനറി ആക്ടുകളിലൂടെ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ലാണ്ടാക്കാനോ മാറ്റാനോ ഒന്നും പറ്റില്ല. എന്താണ്? അതിന് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് തന്നെ വേണം. അല്ലാതെ നിങ്ങൾ ഒരു ഓർഡിനറി നിയമം പാസ്സാക്കുന്ന ഒരു പ്രൊസീജിയറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പാർലമെന്റിന് ഈ ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലികാവകാശങ്ങളെ റിപ്പീൽ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് സാധാരണ ഒരു നിയമം കൊണ്ട് പാർലമെന്റിന് തടയാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഈ മൗലികാവകാശം എന്ന് പറയുന്നത്. അതിന് ഭരണഘടനാ ഭേദഗതി തന്നെ വേണം. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത വിധത്തിൽ പാർലമെന്റിന് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ പറ്റും. അത് പഠിക്കുമ്പോൾ നമ്മൾ എവിടെ കൂടെ പോയി പഠിക്കണം? കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ ഒരു കേസ്. നമ്മൾ കേസസുകളുടെ ഒരു കോഡ് വെച്ചിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ കേസിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ എന്താണ്, അതിനെ ബാധിക്കാത്ത രീതിയിലാണ് എല്ലാം ചെയ്യേണ്ടതെന്നൊക്കെ. ഓക്കെ, അപ്പോ അത്തരത്തില് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അഥവാ അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത വിധത്തിൽ പാർലമെന്റിന് മൗലികാവകാശങ്ങളില് ഭേദഗതി വരുത്താം. പക്ഷെ വരുത്തുമ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് അഥവാ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ സാധാരണ തരത്തിലുള്ള ഒരു നിയമം കൊണ്ട് പറ്റില്ല.
ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ചാപ്റ്റർ 11 പഠിക്കുന്നതായിരിക്കും. ഇത്ര കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് 8th one. They can be suspended during the operation of a national emergency except to the right guaranteed by Article 20 and 21. അതായത് ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നാഷണൽ എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതിൽ നാഷണൽ എമർജൻസി അഥവാ ദേശീയ അടിയന്തരാവസ്ഥ, ആ കാലത്ത് എന്ത് ചെയ്യും, നമ്മുടെ മൗലികാവകാശങ്ങള് റെസ്ട്രിക്ട് ചെയ്യപ്പെടും. അതായത് അതിൽ നിയന്ത്രണങ്ങൾ വരും. പക്ഷേ ആർട്ടിക്കിൾ 20, 21 നിയന്ത്രണം വരില്ല. ഓക്കെ, ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തില് ഗവൺമെന്റിന് ആർട്ടിക്കിൾ 20, 21 ഒഴിച്ചുള്ള മൗലികാവകാശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കാം. Further, the 6 rights guaranteed by the Article 19 can be suspended only when the emergency is declared on the ground of war or external aggression and not on the ground of armed rebellion. Okay, അതായത് ആർട്ടിക്കിൾ 19 ഒരു 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ഓക്കെ, ഫ്രീഡം ഓഫ് റൈറ്റ്, 6 ഫ്രീഡം ഓഫ് റൈറ്റുകളെ കുറിച്ചിട്ട് ആർട്ടിക്കിൾ 19 പറയുന്നുണ്ട്. ഈ 19 പറയുന്ന ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾക്ക് മേലെ നിയന്ത്രണം ഏർപ്പെടുത്തണമെങ്കിൽ എന്താണ്, യുദ്ധോ അല്ലെങ്കിൽ വിദേശ അധിനിവേശമോ ഒക്കെ വേണം. അതായത് വാറോ എക്സ്റ്റേണൽ അഗ്രഷനോ ഉള്ള കണ്ടീഷൻസുകളിലാണ് എന്ത് സംഭവിക്കുക, ഈ ഒരു ആർട്ടിക്കിൾ 19 പറയുന്ന 6 മൗലികാവകാശങ്ങളില് നിയന്ത്രണം കൊണ്ടുവരുന്ന കണ്ടീഷൻ എമർജൻസി കണ്ടീഷൻ ആണെങ്കിലും വാറോ എക്സ്റ്റേണൽ അഗ്രഷനോ, അതായത് യുദ്ധമോ വിദേശ അധിനിവേശമോ പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലാതെ നോട്ട് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ആംഡ് റിബല്യൻ ഓർ ദാറ്റ് ഈസ് ഇന്റേണൽ എമർജൻസി. ഓക്കെ, അത്രയും കാര്യം മനസ്സിലാക്കുക. ഇനി ഇത് ജസ്റ്റ് നമ്മൾ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ക്ലാസ്സിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. അതിന്റെ ബേസിക് ഫീച്ചേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഓരോ ചാപ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് ഇനി പഠിക്കാണ്ട്. അപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി ചാപ്റ്റർ 16 നമ്മൾ ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. നെക്സ്റ്റ് 9th one. Their scope of operation is limited by Article 31, Article 31A, Article 31B and Article 31C. ഇതൊന്നും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 30 ഇല്ലേ, അതായത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് നമ്മളുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് തന്നെയായിരുന്നു റൈറ്റ് ടു പ്രോപ്പർട്ടി. പിന്നീട് അത് 44th അമെന്റ്മെന്റിലൂടെ അതൊരു ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. ഇപ്പൊ അണ്ടർ ആർട്ടിക്കിൾ 300A ഒരു ലീഗൽ റൈറ്റ് ആയിട്ടാണ് റൈറ്റ് ടു പ്രോപ്പർട്ടിക്ക് എടുക്കുന്നത് അല്ലെ. 31 ആർട്ടിക്കിൾ 31 അതായത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് ഇപ്പൊ 300A ആണല്ലോ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്നിരുന്നാൽ പോലും 31 ഇല്ലെങ്കിലും 31Aയും 31Bയും 31Cയും ഒക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇവ എന്താ ചെയ്യുന്നത് വെച്ചാൽ മൗലിക അവകാശങ്ങളില് അവയുടെ ആ ഒരു ഇതുണ്ടല്ലോ ഫ്രീഡം, അതിനെ പലതരത്തിലും റെസ്ട്രിക്ട് ചെയ്യുന്ന ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 31ഉം ആർട്ടിക്കിൾ 31Aയും ആർട്ടിക്കിൾ 31Bയും Cയും ഒക്കെ. എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ 31A എടുക്കാം. 31A എന്താ നമ്മൾ പറഞ്ഞത്, 31 എന്നുള്ള ആർട്ടിക്കിൾ ഇല്ലെങ്കിൽ പോലും 31A, 31B, 31C എന്ന് പറഞ്ഞ ആർട്ടിക്കിളുകൾ ഇപ്പോഴും നിലവിലുണ്ട്. ഇവ എന്ത് ചെയ്യുന്നുണ്ട്, മൗലികാവകാശങ്ങളുടെ സ്കോപ്പിനെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് മൗലിക അവകാശം എന്ന് പറഞ്ഞ സംഭവം നമുക്ക് പ്രത്യേക അവകാശങ്ങൾ തരുന്നതാണ്, അല്ലെങ്കിൽ ഓരോ പൗരനും ഒരു പ്രത്യേക സ്വാതന്ത്ര്യമാണ് അല്ലെ തരുന്നത്. അപ്പൊ ആ പൗരന്റെ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ നമ്മുടെ മൗലിക അവകാശത്തിന്റെ ആ ഒരു സ്വാതന്ത്ര്യത്തെ റെഡ്യൂസ് ചെയ്യുന്ന സംഭവമാണ് നമ്മളുടെ എന്ത്, ആ സ്കോപ്പിനെ റെഡ്യൂസ് ചെയ്യുന്ന സംഭവമാണ് 31A, 31B, 31C എന്നൊക്കെ ആദ്യം മനസ്സിലാക്കുക. ഇനി 31A എന്താണ് പറയുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. 31A പറയുന്നത് ഗവൺമെന്റിന്
ലാൻഡ് ഏറ്റെടുക്കാം. ഇപ്പൊ ഒരു പണ്ട് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റിലാണ് വരുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ സ്റ്റേറ്റ് അഥവാ ഗവൺമെന്റിന് നമ്മുടെ ഭൂമി വന്ന് പിടിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഭൂമി പിടിച്ചെടുക്കാറില്ല. ഇപ്പൊ റോഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് സ്വകാര്യ വ്യക്തികളുടെ ഭൂമികൾ ഏറ്റെടുക്കാറുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഗവൺമെന്റിന് എന്ത് ചെയ്യാം, ഈ ലാൻഡ് ഏറ്റെടുക്കാം. പക്ഷേ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. അതായത് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അവരുടെ ആ ഭൂമിയുടെ മതിപ്പ് വില എന്താണോ അത് കൊടുത്തിട്ട് ഗവൺമെന്റിന് ലാൻഡ് ഏറ്റെടുക്കാം. ഓക്കെ, അപ്പൊ ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, ഗവൺമെന്റിന് കൊടുക്കണം അല്ലെ. പക്ഷേ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തില് ലാൻഡ് ഏറ്റെടുക്കുമ്പോ അത് പാർലമെന്റ് നിയമങ്ങളിലൂടെ മാത്രമാണ് പറ്റുള്ളൂ. പാർലമെന്റ് ലോസുകളിലൂടെ മാത്രമാണ് ഗവൺമെന്റിന് ഇത്തരത്തില് ഒരു സ്വകാര്യ വ്യക്തിയുടെ ലാൻഡ് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. ഏറ്റെടുക്കാൻ പറ്റും, പക്ഷെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. ഇതിനുള്ള നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് നിയമങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി സ്റ്റേറ്റിന്റെ നിയമത്തിലൂടെയും ഏറ്റെടുക്കാം. പക്ഷെ സ്റ്റേറ്റിന്റെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ആര് സൈൻ ചെയ്യേണ്ടി വരും? പ്രസിഡന്റ് സൈൻ ചെയ്യേണ്ടി വരും. പ്രസിഡന്റ് സൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, പ്രസിഡന്റ് സൈൻ ചെയ്താലാണ് സ്റ്റേറ്റിന്റെ നിയമങ്ങൾ വാലിഡ് ആവുള്ളൂ. അതും കൂടി ഇവിടെ ഓർത്തു വെക്കുക. അപ്പൊ 31A നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, 31A മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് 31B. 31Bയിലേക്ക് കിടക്കണം. അപ്പൊ 31B നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മള് ഷെഡ്യൂളുകൾ എന്ന് കേട്ടിട്ടുണ്ടാവും. 12 ഷെഡ്യൂളുകളാണുള്ളത്. അതിൽ 9ാമത്തെ ഷെഡ്യൂള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം, ജുഡീഷ്യൽ റിവ്യൂവിന് കിട്ടുന്ന പ്രൊട്ടക്ഷനെ പറ്റി പറയുന്ന നിയമങ്ങളാണ്. അതായത് ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണ് ഇതിനകത്ത് വരുന്ന നിയമങ്ങൾ. ജുഡീഷ്യൽ റിവ്യൂ എന്ന് കേട്ടിട്ടുണ്ടോ? ജുഡീഷ്യൽ റിവ്യൂ, ഈ ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന നിയമങ്ങളാണ് എന്തിൽ വരുന്നത്? 9th ഷെഡ്യൂളിൽ വരുന്നത്. 9th ഷെഡ്യൂളിൽ ഉണ്ടാവുന്ന നിയമങ്ങളെല്ലാം തന്നെ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യണ്ട. മനസ്സിലായോ? അങ്ങനെയുള്ള നിയമങ്ങളാണ് 9th ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇനി ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി, പക്ഷെ ഈ കൊണ്ടുവരുന്ന നിയമം ഭരണഘടനയ്ക്ക് വിരുദ്ധാണോ അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ കോടതിക്ക് അധികാരമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അതൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു നിയമമായിട്ട് മാറുക. അപ്പൊ ആ കോടതിയുടെ അധികാരം ഉണ്ടല്ലോ, അതായത് പാർലമെന്റ് കൊണ്ടുവരുന്ന നിയമങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധാണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്ന ആ ഒരു അധികാരത്തിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയാ. ഇനി ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. ഇനി ജുഡീഷ്യൽ റിവ്യൂ വേണ്ടാത്ത നിയമങ്ങളാണ് എന്തിലുണ്ടായിരുന്നത്? 9th ഷെഡ്യൂൾ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ 9th ഷെഡ്യൂളിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങളെല്ലാം തന്നെ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യേണ്ടതില്ലായിരുന്നു. അതിലേക്ക് അത് കൊണ്ടുവന്ന പിന്നെ അത് ജുഡീഷ്യൽ റിവ്യൂ ചെയ്യേണ്ട. അപ്പൊ എന്താ പ്രശ്നം? പാർലമെന്റിന് ഉള്ള പവർ കൂടി വരും. അതായത് ഇപ്പൊ അതിനകത്തുള്ള നിയമങ്ങൾ ഇങ്ങനെ കൂടാൻ തുടങ്ങി. കാരണം പാർലമെന്റിന്റെ പവർ കൂട്ടാനുള്ള, അപ്പൊ ഇതൊരു തരം ഏകാധിപത്യ ഭരണത്തിലേക്ക് നയിക്കുമല്ലോ. കാരണം കോടതിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ജുഡീഷ്യൽ റിവ്യൂ വേണ്ടാത്ത നിയമങ്ങൾ കൂടുതൽ ഇങ്ങനെ വന്നു. അങ്ങനെ ഈ 9th ഷെഡ്യൂളിലുള്ള നിയമങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. കാരണം അതിനൊന്നും ജുഡീഷ്യൽ റിവ്യൂ വേണ്ട, കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ആ സമയത്ത് ഒരു കേസ് വന്നു. എന്താണ്? കൊലിയോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് എന്ന് പറഞ്ഞ ഒരു കേസ്. ഈ കേസ് അനുസരിച്ചിട്ട് എന്ത് വന്നു? 1973 ഏപ്രിൽ 24 വരെയുള്ള നിയമങ്ങൾ, അതായത് 9th ഷെഡ്യൂളിന്റെ അണ്ടറില് 1973 ഏപ്രിൽ 24 വരെ അതിന്റെ അണ്ടറിൽ കുറെ നിയമങ്ങൾ കൊണ്ടിട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ആ നിയമങ്ങൾക്ക് ജുഡീഷ്യൽ റിവ്യൂ വേണ്ട. അതിനുശേഷം വരുന്ന നിയമങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യേണ്ടി വരും? ജുഡീഷ്യൽ റിവ്യൂ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ. അതാണ് ആർട്ടിക്കിൾ 31B പറയുന്നത്. 31A പറയുന്നത് നമ്മൾ മനസ്സിലാക്കി. ഇത്രയും കാര്യം അതിനകത്ത് മനസ്സിലാക്കി വെക്കട്ട. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് 31C ആണ്. 31C പറയുമ്പോൾ നമ്മൾ അവിടെ 39 ക്ലോസ് ബിയും 39 ക്ലോസ് സി ഈ 2 ആർട്ടിക്കിളും കൂടി മനസ്സിലാക്കണം. ഇത് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലെ ആ ഭാഗത്ത് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതുമാണ്. അപ്പൊ 39
ബിയും 39C 37 അല്ല കേട്ടോ 39 ബിയും 39 സിയും ആണ്. 31 സിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ആർട്ടിക്കിളുകൾ. അതായത് 39 ബിയിൽ എന്താ പറയുന്നത് വെച്ചാല് എല്ലാവരുടെയും എല്ലാവർക്കും ഒരുപോലെ റിസോഴ്സസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, റിസോഴ്സസ് അത് അറിയാത്തവരുണ്ടാവോ? ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ റിസോഴ്സസ് എല്ലാവർക്കും ഒരുപോലെ, നമ്മുടെ രാഷ്ട്രത്തില് എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടോ അതെല്ലാം എല്ലാവർക്കും ഒരുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. റിസോഴ്സസുകൾ എല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് എന്ത് പറയുന്നത് 39 ബിയിൽ പറയുന്നത്. 39 സിയിൽ പറയുന്നത് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ഈക്വലി ആയിരിക്കണം. അതായത് നമ്മുടെ രാഷ്ട്രത്തിന്റെ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനും ഈക്വലി ആയിരിക്കണം. അത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഒരു ഇപ്പൊ ഇൻകം ഒരുപാട് ജനറേറ്റ് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനി ഉണ്ട് വിചാരിക്കുക. അപ്പൊ അവർക്ക് ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരും അല്ലെ. ഒരു കമ്പനി ധാരാളം ഇൻകം വരുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇത്ര എമൗണ്ട് നമുക്ക് ടാക്സിന്റെ കാര്യത്തിലേക്ക് പോവണ്ട. അപ്പോ ഈ ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരും. പക്ഷെ ഈ കമ്പനിക്ക് പോയിട്ട് ആർട്ടിക്കിൾ 14 അനുസരിച്ച് എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണെന്നൊക്കെ പറയുന്ന ആ ആർട്ടിക്കിൾ അനുസരിച്ചിട്ട് എനിക്ക് ടാക്സ് തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? കാരണം 39 സി അനുസരിച്ച് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ഈക്വലി ആവാൻ വേണ്ടിയിട്ട് ടാക്സ് കൂടുതൽ കൂട്ടേണ്ടി വരും എന്നുള്ള കണ്ടീഷൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ ആർട്ടിക്കിൾ 14 അവിടെ കിട്ടുന്നില്ല എന്നിട്ട് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതിനുള്ള ഒരു കാര്യമാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അതാണ് 31 സിയിൽ പറയുന്നത്. ഈ 31 എ ബി സി ഒക്കെ ഉണ്ടല്ലോ, അത് വല്ലാണ്ട് വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ അതാണ് അതിന്റെ ബേസിക് കാര്യം എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ അത് പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാമത്തെ നോക്കൂ. ദെയർ അപ്ലിക്കേഷൻസ് ടു ദി മെമ്പേഴ്സ് ഓഫ് ആർമ്ഡ് ഫോഴ്സസ്, അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സസ്, പോലീസ് ഫോഴ്സസ്, ഇന്റലിജൻസ് ഏജൻസീസ് ആൻഡ് അനലോഗസ് സർവീസസ് ക്യാൻ ബി റെസ്ട്രിക്റ്റഡ് ഓർ എബ്രോഗേറ്റഡ് ബൈ ദ പാർലമെന്റ്. ആർട്ടിക്കിൾ 33 ആണ് അതിൽ പറയുന്നത്. അതായത് ആർമ്ഡ് ഫോഴ്സസ്, പാരാമിലിറ്ററി ഫോഴ്സസ്, അങ്ങനെയുള്ള യൂണിഫോംഡ് ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ സം സോർട്സില് അതായത് ചില അളവിൽ ഈ നമ്മുടെ മൗലികാവകാശങ്ങള് എല്ലാ അളവിലും കിട്ടണമെന്നില്ല. കാരണം ആ ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകള് ഞങ്ങളുടെ മൗലികാവകാശം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വളരെ സെൻസിറ്റീവായ കാര്യങ്ങളൊക്കെ പുറത്ത് പറയുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് തെറ്റാണ് അല്ലെ. അപ്പൊ നമ്മുടെ രാഷ്ട്രത്തിന്റെ സോവറിനിറ്റിനെയും അല്ലെങ്കിൽ സെക്യൂരിറ്റിനെയും ഒക്കെ അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ആ പോസ്റ്റിൽ അല്ലെങ്കിൽ അങ്ങനെ അത്തരം കണ്ടീഷൻസുകളിൽ ചില രീതിയിൽ ഫണ്ടമെന്റൽ റൈറ്റുകൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. അത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാണ്ട് ആർട്ടിക്കിൾ 33 പറയുമ്പോൾ. ഓക്കെ. നെക്സ്റ്റ് 11ാമത്തെ നോക്കൂ. their applications can be restricted while martial laws is in force in any area. martial laws means military, അതായത് ചില ഏരിയാസുകളിൽ മാർഷ്യൽ ലോസ് കൊണ്ടുവരുന്ന സമയത്ത് എന്തുണ്ടാവാറുണ്ട്, ഇതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ് റെസ്ട്രിക്ട് ചെയ്യപ്പെടാറുണ്ട്. കാരണം അവിടെ ഫണ്ടമെന്റൽ റൈറ്റ് അത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല അവിടെയുള്ള ആളുകൾക്ക്. ഈ മാർഷ്യൽ ലോസ് എന്നൊക്കെ പറഞ്ഞാൽ മിലിറ്ററി റൂൾ, ഇത് നാഷണൽ എമർജൻസിയുടെ സമയത്ത് കൊണ്ടുവരുന്നതല്ല. ചില അബ്നോർമൽ കണ്ടീഷൻസുകൾ ചില ഏരിയയിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെ മിലിറ്ററി നേരിട്ട് വന്നിട്ട് ഭരണം നടത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. നോട്ട് നാഷണൽ എമർജൻസി ഓർ എമർജൻസി കണ്ടീഷൻസ് അല്ല കേട്ടോ, അത് മനസ്സിലാക്കണേ. അത് നമ്മൾ ആർട്ടിക്കിൾ 34 ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില മിലിറ്ററി റൂൾ ഓർ മാർഷ്യൽ ലോസ് ചില ഏരിയസിൽ കൊണ്ടുവരുന്ന സമയത്ത് ഈ മൗലിക അവകാശങ്ങളുടെ മേലെ റെസ്ട്രിക്ഷൻസുകൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ. 12th one, most of them are directly enforceable while a few of them can be enforced on the basis of law made for giving effect to them. Such law can be made only by the parliament and not by the state legislature. അതായത് അത് നമ്മൾ ആർട്ടിക്കിൾ 35 ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. നമ്മൾ പറഞ്ഞു പാർലമെന്റ് നിയമങ്ങളിലൂടെ മാത്രമാണ്, ഇതില് ഭേദഗതികളിലൂടെ മാത്രമാണ് ഈ ഒരു നിയമങ്ങളിലൊക്കെ മാറ്റം വരുത്താനൊക്കെ പറ്റുള്ളൂ. സ്റ്റേറ്റ് ലോസിലൂടെ ഒന്നും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനൊന്നും പറ്റില്ല. ചിലത് ഡയറക്ട്ലി എൻഫോഴ്സിബിൾ ആണ് എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇത്രയും 12 ഫീച്ചേഴ്സ് ആണ് നിങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ടത്. അതിൽ 9ാമത്തെ പറഞ്ഞ കാര്യം ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ വേറെ എവിടെയും കൂടുതലായിട്ട് പഠിക്കുന്നില്ല, ബാക്കിയുള്ളതൊക്കെ ഓരോരോ ചാപ്റ്റേഴ്സുകളിലായിട്ട് നമുക്ക് പഠിച്ചു വെക്കാനുള്ളതാണ്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഫീച്ചേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ആലോചിച്ച് വെക്കുക. പിന്നെ ഈ ഒരു ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് വായിക്കുക എന്നുള്ളതും, ഇത് വായിച്ച് ഇത് എപ്പോഴും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കിത് കത്തുള്ളൂ. ഓക്കെ.
അപ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ച് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ നടത്തുമ്പോഴാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള നമ്മളുടെ ക്ലാസ് തുടക്കം മുതൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മുതലുള്ളത് നിങ്ങൾ ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് തുറന്നു വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വേർഡ് ബൈ വേർഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല പുറത്തുനിന്ന്, അതായത് നമ്മുടെ കേരള റിലേറ്റഡ് ആയിട്ട് PSC ചോദിക്കുന്ന ആ ഭാഗത്തു നിന്ന് വരുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അത് എത്രത്തോളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഉപയോഗിക്കുക. ഇതൊക്കെ ഒരു 2 or 3 തവണ കേട്ട് കഴിഞ്ഞാൽ ബൈഹാർട്ട് ആവുന്ന കാര്യമുള്ളൂ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ ചെയ്യുന്നത്. ആരും റെസ്റ്റ് എടുക്കണ്ട. നമ്മളുടെ ലക്ഷ്യത്തിൽ എത്താൻ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ പെണ്ണിന് തന്നെയാണോ പറയാനുള്ളൂ എന്നൊക്കെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും. കാരണം ഏതൊരു പ്രോജക്റ്റിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും അത് സക്സസിൽ എത്തിക്കണമെങ്കിൽ എന്ത് വേണം? കണ്ടിന്യൂസ് എഫേർട്ട് വേണം. എഫേർട്ട് എടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ കണ്ടിന്യൂസ് എഫേർട്ട്. ഇപ്പൊ നമുക്ക് രാവിലെ 4 മണിക്ക് നീക്കാം, ഒരു ബുദ്ധിമുട്ടില്ല. അന്ന് 4 മണിക്ക് നീക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് നിങ്ങൾക്ക് ഹാബിറ്റ് ആക്കുക എന്നുള്ളത് വളരെ ടാസ്ക് ആണ്. അതിന് നിങ്ങൾ കുറച്ച് പണിയെടുക്കേണ്ടി വരും. അതേപോലെയാണ് എല്ലാ കാര്യങ്ങളും. ഇന്ന് രാവിലെ ഞാനൊരു റീല് കണ്ടു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ സക്സസിനെ പറ്റി നമ്മളുടെ അരുൺ ഉണ്ടല്ലോ, റിപ്പോർട്ടറിലെ അരുണ് പറയുന്നത്. അദ്ദേഹം കണ്ടിന്യൂസ്ലി ആൻഡ് കൺസിസ്റ്റന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ സക്സസ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുമ്പോഴും ഏത് കാര്യത്തിലും എപ്പോഴും ഇൻവോൾവ്ഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യം എന്താ? നിങ്ങൾക്കൊരു ജോബാണ്, അതിനുവേണ്ടി നിങ്ങൾ പഠിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആ മേഖലയുമായി റിലേറ്റ് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ മാത്രമേ സക്സസ് ഉണ്ടാവുള്ളൂ. കാരണം അങ്ങനെ ചെയ്യുന്ന 10 ആളുകളുടെ കൂട്ടത്തിൽ പോയിട്ട് നമ്മൾ എക്സാം എഴുതുമ്പോൾ അങ്ങനെ ചെയ്യുന്ന 10 ആൾക്കാണോ കിട്ടുക, നമ്മൾക്കാണോ കിട്ടുക എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാഞ്ഞിട്ടല്ല നമുക്ക് ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റാത്ത, നമ്മളെക്കാൾ കൂടുതൽ മറ്റൊരാൾ പഠിക്കുന്നത് കൊണ്ടാണെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നന്നായിട്ട് പഠിക്കുക, കിട്ടുന്ന സമയം നന്നായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.